സിൻഡ്രോം എന്നാണ് നിങ്ങളുടെ അളിയന്റെ അസുഖത്തിന്റെ പേര്. ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ശേഷം വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേരായിരിക്കും. എന്തായാലും ഈ അസുഖവും വെച്ചോണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ കമന്നു കിടന്ന് ഉറങ്ങിയല്ലോ എന്റെ ഭഗവാനെ. ഇത് എവന്റെ ദേഹത്ത് വല്ലതും കൊണ്ട് കയറിയിരുന്നെങ്കിലും അല്ലേ. ഒരു കോള് ആ പറയടി നന്ദിനി, എന്തോ മകൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ, അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. പെട്രാഡി ടെറാഗോ ട്രയാഗോ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. മേഡം, ഈ അസുഖത്തിന്റെ പേര് ഈ ഫോണിലൊന്ന് പറയാവോ? പെട്രാഡി ട്രയാഗോ ട്രിഡോങ്കോ സിൻഡ്രോം. എങ്ങനെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മീൻകറി ഒഴിച്ച് കുഴച്ചടിച്ച് വാരി വാരി തിന്നുന്നു. അതെ അതെ, ഇനി പറഞ്ഞേക്ക് കുടുംബത്തിലെ പ്രബുലന്റെ അസുഖം വീണ്ടും വീണ്ടും ഞാൻ പറയിക്കാനിട. അവന്റെ അടുത്ത സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് ചെക്കനെ ഒന്ന് കാണാൻ പറ്റുമോ പ്രബുലനെ? അയ്യോ, കാണാൻ പറ്റൂല. എന്താണ്? അന്യരെ ആരും അകത്തോട്ട് വിടൂല. മാത്രമല്ല ഈ മേഡം ഈ രോഗിയെ മയക്കി കിടത്തിയിരിക്കുക. കണ്ടാ പറയൂലോ കേട്ടോ. ഉയർന്ന ഒരു പൊസിഷനിൽ നിന്നോണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനോ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെ മയക്കല്ലേ മിണുക്കാട്ടി. അവനെ മയക്കിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഓപ്പറേഷന് വേണ്ടിട്ട് മരവിപ്പിച്ചിട്ടിരിക്കുവാന്ന് മയക്കി കിടത്തേക്കുവാന്നാ ഞാൻ പറഞ്ഞത്. സോറി. കുടുംബത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. സോറി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എനിമ കൊടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്? ഒരു വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ കൊടുത്തേക്കുന്നു. ഇത് അവനെ ഓടിയാൽ അതിന്റെ പിറകെ ആരെങ്കിലും പോകും. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എരുമയല്ല എനിമ എന്ന് പറഞ്ഞൊരു മരുന്നാണ് കൊടുത്തത്. ഇതെന്തൊരു കഷ്ടം. കുടുംബത്തിന് ഒരു അബദ്ധം പറ്റി. ആ പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ട്. എന്തോ അടുത്ത എന്തോ സംഭവം എന്തോ പെയിൻ ഉണ്ടെന്ന്? ഒരിക്കലും അവന് പെയിൻ വരാൻ വഴിയില്ല. കാരണം അവന്റെ തല കഷണ്ടിയാണ്. വന്നു കഴിഞ്ഞാ ബാലൻസ് തെറ്റിയിട്ട് സ്ലിപ്പായതാ ഇവിടെ വന്നു. അവന്റെ കഷണ്ടിയെ നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടു. അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവന് പെയിൻ എങ്ങനെ വരും? തനിക്കുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പെയിൻ എന്നല്ല പറഞ്ഞത്, വേദനയുണ്ടെന്നാ പറഞ്ഞത്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? ദിസ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. ചേട്ടൻ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. This disease is Petradi Triago Tradaco syndrome is reported in America since 1927. That is not. You know, all the ones cry. Yes, definitely. Mouse and cat. Tom and Jerry. സംഭവത്താ കിട്ടുന്നില്ല. നമ്മള് ക്രിസ്മസ് അടുത്ത് വരുവുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങള് 110 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ പിടുത്തമൊന്നുമില്ല, കഴിച്ചോണ്ട് ഇങ്ങനെ ഒരു മൂഡിൽ നിക്കാം. വൈൻ കിട്ടിയാലും സോറി തനിക്കുണം കുടുംബത്തിനൊരു അബദ്ധം. ഞരമ്പ് കിട്ടുന്നത് മേലാൽ അത്തരം വാക്കുകൾ. അത് കുടുംബത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് ചെറുപ്പം. ഇന്നത്തെ ദിവസം ഞരമ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പ്രാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ല. തനിക്ക് എന്തിനാണ് ഞരമ്പിനെ പറ്റി? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 566 ഞരമ്പുകളുണ്ട്. അറിയാമോ തനിക്ക്? ഇവിടെ ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അതിൽ ഏതോ ഒരു ഞരമ്പ് ഞാൻ എടുത്തോണ്ട് ഓടി. നിങ്ങൾ എന്തിനു മനുഷ്യ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നു?